ഫ്രാൻസിലെ അവിഞ്ഞോൺ നഗരത്തിലെ നോട്രഡാം ഡി ബോൺറെപ്പോസ് ഇടവക വൈദികനും ദേവാലയത്തിനു നേരെയുണ്ടായ ഇസ്ലാമിക തീവ്രവാദ ആക്രമണം വിശ്വാസികൾക്കിടയിൽ ഭീതി വിതച്ചിരിക്കുന്നു. മെയ് 10 വൈകുന്നേരം ദിവ്യബലി കഴിഞ്ഞ് ഏകദേശം 15 യുവാക്കൾ ഇടവക വികാരിയായ ഫാദർ ലോറൻ മിലനെ സമീപിച്ചു. അവർ ആദ്യം ക്രിസ്തുമതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നതായി അറിയിക്കുകയും ഉടൻ തന്നെ ക്രിസ്തുവിനെ അപമാനിക്കുന്ന നിന്ദാവചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രകോപിതരാവുകയും ചെയ്തു. തുടർന്ന് ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് വൈദികനെ ശാരീരികമായി ആക്രമിക്കുകയും ദേവാലയത്തിലെ കാസയും ചെക്ക് ബുക്കും പെയിന്റിങ്ങും അപഹരിക്കുകയും ചെയ്തു. അവർ പള്ളിയിൽ കയറി ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിച്ചു. ശേഷം ഞങ്ങൾ ഇനിയും വരും, പള്ളി കത്തിച്ച് ചാമ്പലാക്കുമെന്ന് ഭീഷണി മുഴക്കി. ഫാദർ മിലൻ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇടവക ജനങ്ങളുടെ ശാന്തതയും സംയമനവുമാണ് കൂടുതൽ ആക്രമണം ഒഴിവാക്കാൻ സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ മതപരവും സാമൂഹികപരവുമായ അസഹിഷ്ണുതയുടെ ഭാഗമാണെന്ന് വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ വിലയിരുത്തി. പോലീസ് അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും മെയ് 14 വരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ആർച്ച് ബിഷപ്പ് ഫ്രാൻസോയ്സ് ഫോൺലൂപ്പ് സംഭവത്തെ അപലപിച്ചു. ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുറ്റകൃത്യങ്ങൾ കൂടുതലുള്ള പ്രദേശമാണെന്ന് വ്യക്തമാക്കി. വിശ്വാസികളുടെ സംയമനവും ധൈര്യവും പ്രശംസനീയമാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സമാന സ്വഭാവങ്ങളുള്ള ആക്രമണങ്ങൾ ഇതിനു മുൻപും ദേവാലയത്തിൽ നടന്നിട്ടുള്ളതായി ഫാദർ മിലൻ പറഞ്ഞു. 2025 ഫ്രാൻസിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും വൈദികർക്കും വിശ്വാസികൾക്കും നേരെ ആക്രമണങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. ഫ്രാൻസിലേക്ക് അനിയന്ത്രിത കുടിയേറ്റവും അഭയാർത്ഥികളായി എത്തുന്നവരും മതതീവ്രവാദത്തിന്റെ വളർച്ചയും ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടിയിട്ട് നാളുകളേറെയായി. രാജ്യത്ത് സമാധാനം നിലനിർത്താനും മതതീവ്രവാദം ഉന്മൂലനം ചെയ്യാനും ശക്തമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് പൊതുസമൂഹവും ക്രൈസ്തവ നേതാക്കളും അധികാരികളോട് അഭ്യർത്ഥിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.